ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളങ്ങനെ നാട്ടിലെത്തി. ഇന്നലെ വീഡിയോ ഇടാൻ മറന്നു കേട്ടോ. മറന്നല്ല, ഞാൻ വീഡിയോ സെറ്റാക്കി വെച്ചതായിരുന്നു. പിന്നെ അതിൻ്റെ ഇൻട്രോ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് വരുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്, ഒരു 2 മിനിറ്റോളമുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്നത്തെ ഇൻട്രോയും കൂടി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്ന മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തുന്നതാണ് ഞാൻ ഇന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. എന്നാൽ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങൾ നാട്ടിലെത്തി. അങ്ങനെ അവിടുന്ന് വരുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. പിന്നെ നാട്ടിലത്തെ കാര്യങ്ങൾ, നമ്മളിപ്പോൾ അവിടെ പോയതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ എന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു. ട്രിപ്പൊക്കെ സൂപ്പറായിരുന്നു എന്ന് വെച്ചാൽ 3-4 ദിവസത്തെ ഒരു ഇതായിരുന്നു. മെയിനായിട്ട് പോയത് അവിടുത്തെ ഉത്സവം കൂടാനാണ്. എന്ന് വെച്ചാൽ അമ്മൂമ്മൻ്റെ നാടാണല്ലോ അവിടെ. അപ്പോൾ അമ്മൂമ്മൻ്റെ 2 അനിയത്തിമാരും പിന്നെ ഒരു ചേച്ചി പിന്നെ ഒരു ആങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവരുടെ കൂടെ ഒക്കെ ഞങ്ങൾ അങ്ങനെ ഉത്സവം കൂടി. പിന്നെ അമ്മൂമ്മൻ്റെ ഏടത്തിൻ്റെ മോൻ്റെ വീട്ടിൽ പോയി. മിഞ്ഞാന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഒരു ഈവനിങ് വ്ളോഗ് ഇട്ടിരുന്നല്ലോ, അതിലുണ്ടായിരുന്നല്ലോ. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, മറന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഞാൻ ഇട്ടിട്ടില്ല എന്നുള്ള ഒരു ഓർമ്മയിലായിട്ട് പറഞ്ഞു. ഞാൻ അന്നേരം വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. പിന്നെ പലരും പറയുന്നുണ്ട് വീഡിയോ കിട്ടണില്ല, നോട്ടിഫിക്കേഷൻ വരുന്നില്ല, വീഡിയോ ഇടില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കുറേ കാലമായില്ല, ഞാൻ ഒരു മാസത്തോളം വീഡിയോ ഇട്ടില്ലേന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ടാണ് തോന്നുന്നത് ചിലർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണില്ല. ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഷോർട്ട് ഇടുകയാണെങ്കിലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണില്ല പറഞ്ഞിട്ട് കുറേ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി വീഡിയോ ഇട്ടിക്ക് തോന്നുന്നത് അത് വീഡിയോ ഇടാനിട്ട് തന്നെ ആയിരിക്കുമല്ലോ, അത് വേറൊരു ഇതൊന്നും ആയിരിക്കില്ല. നമ്മൾ ഷോർട്ട് ഇട്ട് വെച്ചിട്ട് നമുക്ക് ചിലർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, അതിനെക്കാട്ടും ബെറ്റർ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്താലേ അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നാലേ ചാനൽ ഇതാവും കൂടി ചെയ്യുള്ളൂ, നമ്മൾ സബ് കൂടും കൂടി ചെയ്യുള്ളൂ. സബ് കുഴപ്പമില്ല, 5,400 സംതിങ് അങ്ങനെ എന്തോ ആയിട്ട് സബ്. പിന്നെ കൂടുതൽ ഷോർട്ട് ഇടുമ്പോഴാണ് സബ് കയറുന്നത്, അത് വേറെ കാര്യം. പിന്നെ ഞാൻ പറയാൻ വന്നത് അപ്പോൾ അവരൊക്കെ കൂടെ നിന്ന് അങ്ങനെ ഒരു 3-4 ദിവസം അടിച്ചു പൊളിച്ചു. പിന്നെ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞാൽ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച പറഞ്ഞാൽ 10-ാം തീയതി. 10-ാം തീയതി ഞങ്ങൾ നേരിട്ട് നമ്മൾ ഗുരുവായൂർ പോയിട്ട് അന്ന് ഗുരുവായൂർ സ്റ്റേ ചെയ്താട്ടോ. ആ സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം 1 മണിക്കാണ് ഞാനും അമ്മയും അച്ഛനും ശ്രീക്കുട്ടിയും കൂടി പോയത് തൊഴാൻ. കണ്ണനും സുധേട്ടനും വന്നില്ല. വെച്ചാൽ കണ്ണനെ വിളിച്ചാൽ സീന് വേറെ ആയിരിക്കും, വരിയിൽ അത്രയും ദൂരം നേരം നിൽക്കണ്ടേ. ഇവിടെ ഞങ്ങൾ 1:30 തൊഴാൻ പോയിട്ട് 7:30 കഴിഞ്ഞിന് ഉള്ളിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി വന്നപ്പോൾ 7:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ ആലോചിച്ചാൽ അപ്പോൾ സുധേട്ടൻ പറഞ്ഞു ഞങ്ങൾ പോയി വരിക എന്നിട്ട് ഞങ്ങൾ പിന്നെ പോയത്. എന്നിട്ട് ഞങ്ങൾ വന്ന ശേഷമാണ് പിന്നെ കണ്ണൻ നിൽച്ചത്. അതിന് മുന്നേ സുധേട്ടൻ നീച്ചിരുന്നു, പിന്നെ ഞങ്ങൾ പോകുമ്പോൾ സുധേട്ടൻ നീച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ഞായറാഴ്ച ഒരു 2:30 വരെ 3 മണി വരെ നമ്മൾ നമ്മളെ ആ റൂമിൽ തന്നെ എന്നിട്ട് പിന്നെ അവർ പിന്നെ വെക്കേറ്റ് ചെയ്യണത് 2 മണിയൊക്കെ ആകുമ്പോൾ വെക്കേറ്റ് ചെയ്യണത്. പക്ഷേ ഞങ്ങളൊരു 3 മണി വരെ എങ്കിലും അവിടെ ഇരുന്ന് കാണും. എന്നിട്ടാണ് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ ആ ഒരു ലോഡ്ജിൻ്റെ അവിടെ തന്നെ വെക്കുക ചെയ്ത്. അവർ പറഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോയാൽ മതി, ഇത് നമ്മൾക്ക് രാത്രി 11 മണിക്കായിരുന്നു ട്രെയിന്, അപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ എന്നിട്ട് പിന്നെ 11:15 അങ്ങനെ എന്തോ ട്രെയിൻ. അങ്ങനെ നിങ്ങൾ അപ്പോഴാണ് അതുവരെ ഞങ്ങൾ ഗുരുവായൂർ തന്നെ ഇരുന്നിട്ട് പിന്നെ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഒരു 6:30 ആകുമ്പോൾ പിന്നെ അമ്മമ്മയും അമ്മച്ചനും വന്നത്. അവർ പിന്നെ തലേന്ന് വന്നില്ല, അവർ അന്ന് തന്നെ വന്നത്. ഞായറാഴ്ച 11-ാം തീയതി വന്നത്. എന്നിട്ട് പിന്നെ എല്ലാവരും കൂടി പിന്നെ ഭക്ഷണമൊക്കെ വാങ്ങി ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റേഷനിൽ പോയി. എന്നിട്ട് പിന്നെ സ്റ്റേഷനിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അമ്മയും പിന്നെ വേറെ ആരൊക്കെയും കൂടി അവിടെ തന്നെ കഴിച്ചിരുന്നു. എന്ന് വെച്ചാൽ ഗുരുവായൂർ സ്റ്റാൻഡിൽ തന്നെ ദോശ അങ്ങനെ എന്തോ കഴിച്ചിരുന്നു. ഞാനൊന്നും കഴിച്ചില്ലായിരുന്നു. ഞാൻ പിന്നെ ലൈറ്റായിട്ട് ചായ, ഞാനും സുധേട്ടനും ലൈറ്റായിട്ട് ചായ, അച്ഛനും ലൈറ്റായിട്ട് ചായ, ബാക്കി എല്ലാവരും കൂടി കഴിച്ചിരുന്നു. അപ്പം എന്നിട്ട് പിന്നെ ഞങ്ങൾക്കുള്ള ഭക്ഷണം പിന്നെ വേറെ ആണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ അങ്ങനെ കയറി പിറ്റേ ദിവസം നമ്മളവിടെ എത്തി. ഞാൻ ഈ കഥ പറഞ്ഞ് തീർക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഭാഗങ്ങളൊക്കെ ആദ്യങ്ങൾ കണ്ടുവരും, എന്നിട്ട് ഞാൻ ബാക്കി കഥകൾ കാണാം. അപ്പോൾ ഞങ്ങളൊരു 7:30 ആവാൻ നേരത്താട്ടോ അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ പോരുക കേട്ടോ. ഓട്ടോറിക്ഷയിൽ ഞങ്ങളെല്ലാവരും കൊണ്ട് എന്ന് വെച്ചാൽ 2 ആയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷയാണ്. എന്ന് വെച്ചാൽ ചെറിയ സീറ്റാണ്. ഇത് പിന്നെ അമ്മമ്മൻ്റെ അനിയത്തി കേട്ടോ. അപ്പോൾ അവർ ഈ അമ്പലത്തിലെ പരിപാടിക്കാണ് മുട്ട അടിച്ചപ്പോൾ വയ്യായിട്ട് അങ്ങനെ നേർന്നിരുന്നു.
പിന്നെ അങ്ങനെ നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മളെ അമ്മൂമ്മൻ്റെ അടുത്തുള്ള ഗ്രാമമാണ് ഓട്ടപ്പെടാറാണ്. അപ്പോൾ അവിടുത്തെ ടീമാട്ടോ അതാ അച്ഛൻ്റെ ബാക്കിൽ നിൽക്കണേ. അവർ എറണാകുളത്തുള്ളവരാട്ടോ. അപ്പോൾ അവരെ കണ്ട് വർത്തമാനം പറഞ്ഞ് എന്ന് വെച്ചാൽ അവരും പറയുന്നു ഇപ്പം വീഡിയോ ഇടണില്ലെന്നൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്ത്. പിന്നെ അതാണ് അമ്മൂമ്മൻ്റെ ആങ്ങള. അപ്പോൾ അവരും വരുന്നുണ്ട് നമ്മളെ കൂടെ നാട്ടിലേക്ക്, അമ്മൂമ്മൻ്റെ കൂടെ കുറച്ച് ദിവസം നിന്നിട്ട് പോരാ പറഞ്ഞിട്ട്. പിന്നെ ശ്രീകുട്ടി അപ്പോൾ ടിക്കറ്റ് അവർക്ക് രണ്ടാൾക്കും ജനറൽ എടുത്തത്. പക്ഷെ അവർ രണ്ടാളും ഞങ്ങളുടെ കൂടെ സ്ലീപ്പറിലാണ് കയറിയത്. എന്ന് വെച്ചാൽ ഇനി വേറെ ആയിട്ട് കയറണ്ടല്ലോ വെച്ചിട്ട്. അതായത് ചിന്നു മാമനും. ചിന്നുവിന് എന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടാൾക്കും നമ്മൾ ബുക്ക് ചെയ്തില്ലല്ലോ, അവൾ വരും എന്നുള്ളൊരു കൺഫേം ഇല്ലായിരുന്നു. പിന്നെ മാമനും ഇവിടെ വന്നിട്ടല്ലേ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ അപ്പുറത്തെ സൈഡിൽ കൂടെ എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല, ട്രെയിൻ പോകുന്നുണ്ട്. അതിൻ്റെ പേരൊന്നും നോക്കാനുള്ളതില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കണ്ണെന്തോ ഇതാവുന്നുണ്ട് കേട്ടോ. കണ്ണതിലേക്ക് തന്നെ നോക്കിയിട്ട് കണ്ണന് എന്തോ പോലെ ആയിട്ടുണ്ട്. കണ്ണെന്നിട്ട് നോക്കി ചിരിക്കുക ചെയ്തേ. പിന്നെ നമ്മൾ ട്രെയിൻ വരാനെങ്കിൽ ഒരു 3/4 മണിക്കൂറോളമുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ ട്രെയിൻ വന്നപ്പോൾ അങ്ങോട്ട് കയറി നിന്നിട്ട് അങ്ങനെ സീറ്റും കാര്യങ്ങളൊക്കെ ഉറപ്പായി. സുധേട്ടൻ്റെ സീറ്റ് അത് അവിടെയാണ്. സുധേട്ടനും കണ്ണനൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ശേഷിൻ്റെ സീറ്റിൽ വെറുതെ ഇപ്പം ഇരിക്കുകയാണ്. പിന്നെ അമ്മയും ഇവരൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ വെറുതെ ഇരുന്നാട്ടോ. അങ്ങനെ ഞാനൊരു ഉറക്കറങ്ങി നീച്ചപ്പോഴാണ് നവ്യ പോവുകയാണെന്ന് അറിയണം. അപ്പോൾ പിന്നെ അവളെ കൂടെ പിന്നെ ബാക്കിൽ പോയി. പിള്ളേർ രണ്ടാളും ഉറക്കുക. പിന്നെ അമ്പി വരാൻ വേണ്ടി കുറുമ്പിടിച്ച് ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ. അനുവിടെ സ്റ്റേഷനിൽ കാത്തിക്കുന്നുണ്ട്. അങ്ങനെ അവരിറങ്ങി. പിന്നെ അനു ഫുഡൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ ഞങ്ങൾ കഴിച്ചും ചെയ്തു. അങ്ങനെ പിന്നെ കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വരുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ ട്രെയിനിൽ കയറി. അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ സ്ലീപ്പർ ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ ആ വിഷുവിൻ്റെ സമയത്ത് ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ഞാനും അമ്മയും സുധാകരനും ഞങ്ങളെല്ലാവരും കൂടി പോയിട്ടാണ് സീറ്റൊക്കെ ബുക്ക് ചെയ്തത് കേട്ടോ. അങ്ങനെ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. നമ്മൾ രാത്രിയില്ല, അപ്പോൾ എന്തായാലും കിടന്ന് പോകണമല്ലോ. എന്നിട്ട് തന്നെ ഞങ്ങൾക്ക് 2 പേഴ്സണിന് ഒരു ബർത്ത് എന്നുള്ളതിലാണ്. എന്ന് വെച്ചാൽ അന്ന് നല്ല തിരക്കായിരുന്നു. 240 കല്യാണം തന്നെ ഉണ്ടായിരുന്നു ഗുരുവായൂർ. അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ അപ്പോൾ നമ്മൾ ഗുരുവായൂർ അവിടെ ചോദിച്ചപ്പോൾ തന്നെ ഗുരുവായൂർ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നവർക്കൊന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞ് അത് കിട്ടാൻ വഴി ഉണ്ടാവില്ല, നിങ്ങൾ പിന്നെ TTRോട് ചോദിച്ചു നോക്കുന്നു ഇനി അങ്ങനെ ഒഴിവുണ്ടെങ്കിൽ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ കയറി. പക്ഷേ അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. നല്ല തിരക്കായിരുന്നു. ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോൾ വേറെ ആൾക്കാർ കയറില്ല. അപ്പം ആ സീറ്റ് പോയിട്ട് പിന്നെ വേറെ ആൾക്കാർ പിന്നെയും കയറി തന്നെയാണ് വേറെ സ്റ്റേഷനിൽ. പിന്നെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞങ്ങൾ നെയ്യാറ്റിൻകര എത്തിയിട്ട് നവ്യയും പിള്ളേരുണ്ടായിരുന്നു. അതായത് ചിന്നും പിള്ളേരുണ്ടായിരുന്നു. അനുമില്ലായിരുന്നു. അനു ജോലി തിരക്ക് കാരണം അനു വന്നിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി. എന്നിട്ട് പിന്നെ ഒരു 9:30 അന്ന് കുറച്ചൊരു 10-15 മിനിറ്റോളം ട്രെയിന് ലേറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു 9:45 ആകുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഒരു 3-4 ട്രാക്ക് ഇറങ്ങി കയറിയിട്ടാണ് ഞങ്ങൾ പിന്നെ അപ്പുറത്ത് കയറി. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവഴി മുകളിൽ കൂടെ അങ്ങനെ കോണി വഴി പോകണമെങ്കിൽ കുറേ ബാക്കോട്ട് നടക്കണം. അപ്പോൾ ആ നടക്കുന്നതിൻ്റെ ഇതാക്കാലോ വെച്ചിട്ട് പിന്നെ കുറേ ലഗേജ് ഉള്ളതല്ലേ. അപ്പോൾ അതൊന്ന് ഞങ്ങൾ പിന്നെ വേഗം ട്രാക്ക് കയറി ഇതാക്കി. അതുകൊണ്ട് പിന്നെ വേഗം എത്തുകയും ചെയ്ത്. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടില്ലേ. ഞാൻ ഇനി കൂടുതൽ പറയണില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ വരുന്നതിൻ്റെ തിരിച്ച് വരുന്നൊരു ചെറിയ വീഡിയോ ആണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോന്നു. എന്നിട്ട് പിന്നെ അതേപോലെ തന്നെ നവ്യയും പിള്ളേരും അനു കൂട്ടാൻ വന്നിരുന്നു. അപ്പോൾ അനു പിന്നെ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ കൊണ്ടു തന്നു, ഓരോ വാങ്ങി തന്ന്. എന്നിട്ട് പിന്നെ ഞങ്ങൾ തൃശ്ശൂർ ഇറങ്ങിയിട്ട് പിന്നെ തൃശ്ശൂരിന് പിന്നെ അങ്ങോട്ട് കോഴിക്കോട് ബസ് കയറിയിട്ട് പോവുക ചെയ്തു. പിന്നെ അച്ഛനും അമ്മയും ഇവിടെ ഇറങ്ങി. പിന്നെ ഇവിടെ ഒരു വേറെ വിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയും ഇവിടെ ഇറങ്ങി. എന്നിട്ട് പിറ്റേ ദിവസം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ എന്നൊക്കെ ഇനി ഞാൻ കൂടുതൽ തരണില്ല. ഇപ്പോൾ ഓൾറെഡി തന്നെ ലേറ്റായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് വേറെ സിനിമയൊക്കെ കാണാണ്ടിരുന്നു. ഞാൻ ഇന്നൊക്കെ ആയിട്ട് സൂര്യൻ്റെയും ജ്യോതികൻ്റെയും പഴയ മൂവീസൊക്കെ അല്ലേ അത് കണ്ടു. ഇന്നലെ സില്ലെന്നൊരു കാതൽ ആ സിനിമ ഉണ്ട്. ഇന്നിപ്പോൾ കാക്ക ഉണ്ട്. ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഇന്നലെ ഫോണിലല്ല യൂട്യൂബിൽ TV അടിച്ച് നോക്കിയപ്പോൾ സിനിമ കണ്ടപ്പോൾ പിന്നെ കാക്ക അതിൻ്റെ അടിയിലിരുന്നു. അപ്പോൾ ഇന്ന് കാണാൻ വിചാരിച്ചിട്ട് ഇന്ന് ഫോണിലാട്ടോ കണ്ടത്. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഫോണിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ശ്രീകുട്ടിക്ക് പിന്നെ എഴുതാളൊക്കെ റെഡിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതിൻ്റെ ഓർമ്മ, വീഡിയോ ഇതാക്കിയിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ. അപ്പോൾ ഞാൻ വേഗം വന്ന് വീഡിയോ ഇതാക്കുന്നത്. പിന്നെ മുടി രാവിലെ കുളിച്ചട്ടോ, എന്നിട്ട് മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല. ഞാൻ വെച്ചാൽ പണിക്കുമ്പോൾ ഇങ്ങനെ കെട്ടിയിടും, അതുകൊണ്ടൊന്നും അന്ന് ഉണങ്ങാത്ത. പിന്നെന്താ അന്ന് ഓക്കെ.
എന്നാൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നാളെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്താ വിശേഷം ഉണ്ടായ വീഡിയോ ഒക്കെ നാളെ വരും. അപ്പം നോക്കി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.